പാറമേക്കാവിന് വേണ്ടി തിടമ്പേറ്റാൻ ഇപ്പോൾ തൃക്കടവൂർ ശിവരാജു എത്തിയിരിക്കുകയാണ്. എനിക്ക് പിന്നിൽ കാണുന്ന ഈ ഒരു വലിയ ആരാധകൂട്ടം ഫാൻസ് എന്ന് പറയുന്നത് ഈ തൃക്കടവൂർ ശിവരാജുവിനെ കാണാൻ വേണ്ടി എത്തിയവരാണ്. 15 വർഷത്തിന് ശേഷമാണ് ശിവരാജു ഈ പൂരനഗരിലേക്ക് എത്തുന്നത്. നേരത്തെ 2010 ശിവരാജു ഈ പൂരനഗരിയിൽ തൃശ്ശൂർ പൂരത്തിൽ പങ്കെടുക്കാൻ വേണ്ടി എത്തിയിരുന്നത്. 15 വർഷത്തിന് ശേഷം വീണ്ടും തൃക്കടവൂർ ശിവരാജു എത്തുമ്പോൾ ആനപ്രേമികൾ വലിയ രീതിയിൽ ഒരു സ്വീകരണമാണ് ഇവിടെ നൽകിക്കൊണ്ടിരിക്കുന്നത്. ആദ്യമായിട്ടാണ് പാറമേക്കാവിന് തിടമ്പേറ്റാൻ വേണ്ടി തൃക്കടവൂർ ശിവരാജു എത്തുന്നതെന്ന പ്രത്യേകത കൂടിയുണ്ട്. ഈ കൊല്ലം തൃക്കടവൂർ മഹാദേവ ക്ഷേത്രത്തിലെ ആനയാണ് ശിവരാജു. അതുകൂടാതെ ഇന്നിപ്പോൾ രാവിലെ ശിവരാജു എത്തുമ്പോൾ ഈ ഇവിടെ നിന്നും കിഴക്കേ നടയിൽ നിന്നും സ്വീകരിച്ച് ഇപ്പോൾ പാറമേക്കാവ് ക്ഷേത്രത്തിലേക്ക് കൊണ്ടുപോവുകയാണ്. അവിടെ ക്ഷേത്രത്തിലെത്തി വലിയ സ്വീകരണ ചടങ്ങുകളൊക്കെ നടക്കുന്നു. വലിയ രീതിയിലുള്ളൊരു വരവേൽപ്പാണ് കിഴക്കേ ഗോപുര നടയിൽ നിന്നും ശിവരാജുവിന് ഈ ആരാധകരും ഭക്തരും ഉൾപ്പെടെ നൽകിയത്. എന്തായാലും തൃക്കടവൂരിലെ ശിവരാജു പ്രേമികൾ തന്നെയാണ് ഈ ആനയുടെ ഏക്കത്തുകയായ 2 ലക്ഷം രൂപ അടയ്ക്കുന്നതും ഈ ആനപ്രേമികളാണ്. അങ്ങനെ നിരവധി ആനപ്രേമികളും തൃക്കടവൂർ ശിവരാജുവിൻ്റെ ഫാൻസ് അസോസിയേഷൻ ഉൾപ്പെടെ ഈ തൃശ്ശൂരിൽ എത്തിക്കൊണ്ട് ഈ ആനയ്ക്ക് വലിയ സ്വീകരണം നൽകുന്നു. തിരുവിതാംകൂർ ദേവസ്വം ബോർഡ് 2013 ഗജരാജ പട്ടം പോലും നൽകി ആദരിച്ചിട്ടുള്ള ലക്ഷണമൊത്ത കൊമ്പനാണ് ഈ തൃക്കടവൂർ ശിവരാജു എന്ന് പറയുന്നത്. അത് തന്നെയാണ് ഈ ആനയുടെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു സവിശേഷത എന്ന് പറയുന്നത്. മുൻപ് കൊട്ടാരക്കര, വൈക്കം, തിരുനക്കര, തിരുവൂർ, അമ്പലപ്പുഴ ഉൾപ്പെടെയുള്ള നിരവധി ക്ഷേത്രങ്ങളിൽ ആറാട്ടിനൊക്കെ ശിവരാജുവിനെയാണ് കൊണ്ടുപോകാറ്. ഈ പൂരം നഗരിയിലേക്ക് 15 വർഷത്തിന് ശേഷമാണ് ശിവരാജു എത്തുന്നത്. പാറമേക്കാവിന് വേണ്ടി ആദ്യമായിട്ടാണ് ശിവരാജ്യത്തിൽ ഈ തിടമ്പെട്ടുന്നത്. നാളെ പൂരനഗരിയിലൊക്കെ പാറമേക്കാവിന് വേണ്ടി ശിവരാജു ആയിരിക്കും ഇത്തരത്തിൽ തിടമ്പെക്കുക. എന്തായാലും വലിയ രീതിയിലുള്ളൊരു ആനപ്രേമികളുടെയൊക്കെ ഒരു കാഴ്ച കാണാം. തൃക്കടവൂർ ശിവരാജു എത്തിയിട്ട് വലിയ സന്തോഷത്തില്ലേ? ഒരുപാട് സന്തോഷം, വലിയ സന്തോഷം അല്ലേ? കാത്തിരിക്കായിരുന്നു അല്ലേ ആനയെ കാണാൻ വേണ്ടി? ആനയെ കാണാൻ വേണ്ടി പൂരപ്രേമികളും ആനപ്രേമികളൊക്കെ കാത്തിരിക്കുന്ന ഒരു സമയം കൂടിയാണ്. അതിലൊരു വലിയ സന്തോഷം അവരുള്ളിൽ തന്നെ ഉണ്ട്. എന്തായാലും എത്രത്തോളം വലിയൊരു സന്തോഷം നിറഞ്ഞ ഒരു നിമിഷം കൂടിയാണ് ഇവരെ സംബന്ധിച്ച് ഈ തൃക്കടവൂർ ശിവരാജു എത്തുക എന്ന് പറയുമ്പോൾ തന്നെ നമുക്ക് ദേവസ്വം സെക്രട്ടറി തന്നെ കൂടിയാണ്. എങ്ങനെ വലിയ സന്തോഷത്തിലാണ് നമ്മുടെ ശിവരാജു എത്തുക എന്ന് പറയുമ്പോൾ അല്ലേ? ഈ ആദ്യമായിട്ടാണ് പാറമേക്കാവിന് വേണ്ടി എത്തുന്നത് അല്ലേ? 2010 വന്നിട്ടുണ്ട്. പക്ഷേ തിടമ്പേറ്റണത് ആദ്യമായിട്ടാണ്. എന്തായാലും ആ ഒരു വലിയ സന്തോഷം തന്നെയാണ് തൃക്കടവൂർ ശിവരാജുവിനെ സ്വീകരിക്കാൻ വേണ്ടിയുള്ള ഒരു വലിയ രീതിയിലുള്ള സന്തോഷം ഇവർ കാണാൻ കഴിയും. ഇനി വരുന്ന ചടങ്ങുകളിലൊക്കെ തന്നെ പാറമേക്കാവിന് വേണ്ടി തൃക്കടവൂർ ശിവരാജു ആയിരിക്കും തിടമ്പേറ്റുക. ശിവരാജുവിന് നൽകുന്ന വലിയ സ്വീകരണമാണ് എനിക്ക് പിന്നിൽ കാണുന്നത്. ആനപ്രേമികളൊക്കെ എത്തിക്കൊണ്ട് ശിവരാജുവിനെ സ്വീകരിച്ച് പാറമേക്കാവ് ക്ഷേത്രത്തിലേക്ക് ആനയിക്കുന്ന ഒരു കാഴ്ചയാണ് ഇപ്പോൾ കാണാൻ കഴിയുന്നത്.